ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് റേസ്. ഞാനിപ്പോൾ ഉള്ളത് റെഡ് ഫോർട്ട്, ചെങ്കോട്ട, ഡൽഹിയിലുള്ള. ഒരുപാട് തവണ, ബാക്കി നിങ്ങൾ പറയും കണ്ടതല്ലോ, ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഡൽഹിയിൽ. പക്ഷേ ഇതുവരെയായിട്ടും ഈ റെഡ് ഫോർട്ടിന്റെ അകത്ത് കയറാൻ പറ്റിയിട്ടില്ല. ഓരോ കാരണങ്ങൾ കൊണ്ട് മിസ്സായിരുന്നു, പലവിധ കാരണങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ അതിന്റെ അകത്തേക്ക് പോവാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് ഞാനൊരു 3 ഉഴുന്നുവടയും ഒരു നെയ്റോസ്റ്റും കഴിച്ചിട്ട് ചാന്ദിനി ചൗക്ക് മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോക്ക് പോവുകയാണ്. ചാന്ദിനി ചൗക്കിലാണ് ഇറങ്ങേണ്ടത് നമ്മുടെ മെട്രോ. അവിടെ ഇറങ്ങിയിട്ട് അധികം ദൂരമൊന്നുമില്ല, ജസ്റ്റ് ഓട്ടോറിക്ഷയ്ക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ദൂരമുള്ളൂ. ഇനി നടക്കുകയും ചെയ്യാം. നല്ല വെയിലുണ്ട്, പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള നല്ല തണുപ്പുണ്ട്. ഇവിടെ 2 ഭാഗമുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ഭാഗം വേറൊരു സ്ഥലത്താണ്, ഇതിലേക്ക് കയറുന്ന ഭാഗം വേറൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ആ ഭാഗത്തേക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യണം. ഇതാണ് റെഡ് ഫോർട്ടിൻ്റെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കാണാം. അപ്പോൾ ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന ഭാഗം. ഈ ടിക്കറ്റ് എടുക്കുന്ന ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുക, ഞാൻ വരിയിൽ നിന്ന് ടിക്കറ്റ് എടുക്കുക. അപ്പോൾ ടിക്കറ്റ് ചാർജ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് 80 രൂപ ഉള്ളതാണ്. അപ്പോൾ 80 ഇത് ഇവിടുന്ന് സ്കാൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ 80 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇതാണ് കൗണ്ടർ, ഇവിടെയാണ് ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം. രാവിലെ 9 മണിക്കാണ് ഇവിടെ ടിക്കറ്റ് കൊടുക്കൽ തുടങ്ങുക. അതിൻ്റെ മുമ്പ് വന്നിട്ട് കാര്യമില്ല. 9 മണിക്കാണ് ഇവിടെ കൗണ്ടർ തുറക്കുക. ആ കൗണ്ടർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. ഇതാണ് ടിക്കറ്റ്, ഒരു പ്രിൻ്റ് 80 റുപ്പീസ്. ഇനി ഇവിടുന്ന് അങ്ങനെ കുറച്ചങ്ങോട്ട് ദൂരമുണ്ട് നടക്കാൻ ഇതിൻ്റെ എൻട്രൻസ് ഭാഗത്തേക്ക്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ അങ്ങനെ നടന്നു പോകണം. നല്ല വെയിലും കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയായിട്ട് ഇതിലേ സൈഡിൽ കൂടി നടന്നു പോവുകയാണ് ഞാൻ. ഇവിടെയുള്ള സ്റ്റാഫിനുള്ള എൻട്രൻസാണ് ആ ഒരു ഭാഗമുള്ളത്. ഇവിടെ എന്തൊക്കെ ഡ്രെയിനേജ് വർക്കൊക്കെ നടക്കുന്നുണ്ട്, ഡ്രെയിനേജ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. അതായത് റോഡാണ്, ഇതാണ് കോട്ടൻ്റെ മതിൽ. അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പുണ്ട്. ഈ ഒരു ഗ്യാപ്പിലാണ് ചളി പിടിയൊക്കെ ഉണ്ട്. ഒക്കെ കൂടി മോട്ടറൊക്കെ വെച്ചിട്ട് വലിച്ചു കളയുന്നുണ്ട്, വെള്ളം പുറത്തേക്ക് തള്ളുന്നുണ്ട്. മെയിൻ എൻട്രൻസിൻ്റെ അവിടേക്ക് എത്താൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാനിതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ പറയാം. ഈ ചെങ്കോട്ട അല്ലെങ്കിൽ ഇതിന് ലാൽ കില എന്നാണ് ഇതിന് പറയൽ. 1639 മെയ് 12 ഈ ഷാജഹാൻ ചക്രവർത്തി തൻ്റെ തലസ്ഥാനം ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചപ്പോൾ ഈ ചെങ്കോട്ടയുടെ നിർമ്മാണം തുടങ്ങാനുള്ള സമയം ആ ഒരു കാലഘട്ടത്തിലാണ്. പിന്നീട് ഇതിൻ്റെ പണി കഴിഞ്ഞത് 1648 ഏപ്രിൽ മാസത്തിലാണ്. 1639 തുടങ്ങിയിട്ട് 1648 ഇത് തീർന്നിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പുറംഭാഗം അങ്ങനെ കാണാൻ. അവിടെ ഇന്ത്യൻ്റെ ഫ്ലാഗ് ഉണ്ട്, അങ്ങനെ ദൂരമൊക്കെ ഉണ്ട് ഏറ്റവും ടോപ്പിൽ. ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ എൻട്രൻസ്. ടിക്കറ്റായിട്ട് ഇങ്ങോട്ടേക്ക് വരണം, അത്യാവശ്യം ദൂരം നടക്കാനുണ്ട്. ഇതിലങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജെൻസിൻ്റെ ഒരു ഭാഗമുണ്ട്. നമ്മുടെ ബോഡിയൊക്കെ സ്കാൻ ചെയ്തിട്ട് ഇതിലങ്ങോട്ട് കിടക്കാം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ്. ഒരൊറ്റ എൻട്രൻസ് തന്നെ ഉള്ളത്. അപ്പോൾ ആ ഒരു എൻട്രൻസിൽ കൂടിയാണ് നമ്മൾ കയറുക അങ്ങോട്ടേക്ക്. നല്ല വെയിലടിക്കുന്നുണ്ട്. ഇവിടെ ഇതേപോലെ വർക്ക് നടക്കുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ, ഈ ഒരു ഭാഗത്തും.
ഈ കാണുന്നതാണ് റെഡ് ഫോർട്ടിന്റെ എൻട്രൻസ്. ഇവിടുന്ന് ഞാനൊന്ന് സൂം എങ്ങനെ നോക്കിയാൽ കാണുന്നില്ല. ആ കാണുന്ന അവിടെയാണ് ഡൽഹി ജുമാ മസ്ജിദ്. അങ്ങ് ദൂരെ കാണുന്നില്ല, അതാ കാണുന്ന ഈ കാണുന്ന ഡൽഹി ജുമാ മസ്ജിദ്. രണ്ട് നടക്കുന്ന ദൂരമുള്ളൂ, വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. ഒരുപാട് തവണ, ബാക്കി എന്താ പറയുന്നത്, റെഡ് ഫോർട്ട് കണ്ടതല്ല കേട്ടോ, ഒരുപാട് തവണ ഡൽഹിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ റെഡ് ഫോർട്ട് കാണാൻ പറ്റില്ല. പലവിധ കാരണങ്ങളാലും അത് മിസ്സായിപ്പോയിരുന്നു. ഓരോ കാര്യങ്ങളും ചില ദിവസം വന്ന സമയത്ത് റെഡ് ഫോർട്ട് ക്ലോസ് ചെയ്തിരുന്നു, ആ ഒരു ഡേ ഫുൾ ക്ലോസ് ചെയ്തായിരുന്നു. പിന്നെ ചില ദിവസം വന്ന് വൈകിപ്പോയിന്ന്, അവിടെ ടൈം കഴിഞ്ഞ് ക്ലോസ് ആയിരുന്നു. പിന്നെ കൊറോണ ടൈം ഉണ്ടായിരുന്നു, അപ്പോൾ ക്ലോസ് ആയിരുന്നു. അങ്ങനെ പലവിധ കാരണം കൊണ്ടും ഇത് മിസ്സായിപ്പോയതാണ്. അപ്പോൾ എന്നാണ് ഇപ്പോൾ ഇതൊന്ന് കുറേ കാലത്തിന് ശേഷം ഒന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, പക്ഷേ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കയറാൻ പോവുകയാണ്. ഒരുപാട് തവണ ഡൽഹിയിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റിയിട്ടില്ല. ആയിരത്തി 1984 കാലഘട്ടത്തിൽ പഠിക്കുന്ന കാലത്ത് ഡൽഹിയിൽ വന്ന സമയത്ത് ഇതിൽ കയറി. പക്ഷെ അന്നൊന്ന് ഓർമ്മയൊക്കെ വിട്ടുവയ്ക്കുന്നു. അന്ന് കുത്തുബ് മീനാറിന്റെ മുകളിൽ കയറി താജ്മഹലിലൊക്കെ പോയിരുന്നു ആ ഒരു യാത്രയിൽ. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ, ഇതിങ്ങനെ ഒരു പിന്നെ റെഡ് കളറിൽ ഒരു രണ്ട് ഭാഗത്തും മതിലുണ്ട്. ആ മതിൽ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരിക. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു ചെറിയൊരു ഓപ്പൺ ഏരിയ ആണ്. അവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് പിന്നെ ഒരു അതിൽ ഇതൊരു ലോങ് വ്യൂ ആണ് ഈ കാണുന്നത്. അവിടെ ഒരു കവാടമുണ്ട്, നമ്മുടെ ആഗ്ര ഫോർട്ടിലൊക്കെ ഉള്ള പോലെ. ആഗ്ര ഹോട്ടലിന്റെ മെയിൻ ഡോർ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ തന്നെ വേറൊരു ഡോർ ഉണ്ടല്ലോ, അതേപോലെ ഈ ഒരു മെയിൻ കവാടം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നുള്ള ഒരു കവാടമാണ് ഈ കവാടം. അപ്പം ഇനി ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഇവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ മാർക്കറ്റാണ് ഈ ഇതുള്ളത് രണ്ട് ഭാഗത്തും. ഇപ്പം ജസ്റ്റ് തുറന്നായി വരുന്നുള്ളൂ. ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളൂ. 9 മണിയാകുമ്പോഴത്തേക്ക് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത്. ഇപ്പം ഇത് 9:45 ഇങ്ങോട്ടേക്ക്. ഒരു 10 മണിയൊക്കെ ആവും തോന്നുന്നു ഇവിടെ കംപ്ലീറ്റ് തുറന്ന് സെറ്റാകാൻ വന്നിട്ടുണ്ട്. രണ്ട് സൈഡിലും കടകളുണ്ട്. അത് ദൂരെ പോകണം. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് ബാക്കിയുള്ള കാണലും കാഴ്ചകളും. സാധാരണ എല്ലാ കോട്ടയിലുള്ള പോലെ തന്നെ ഒരു നായി കടന്ന് ഉറങ്ങുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്, അതിനനുസരിച്ച് വെയിലൊട്ടുന്ന സമയത്ത് നല്ല സുഖമായിട്ടൊരു മഴക്കാണത്. അപ്പോൾ ഇതങ്ങനെ നമുക്ക് നടന്നങ്ങനെ കാണാം. അപ്പോൾ ഇതിൻ്റെ ചില ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ പോകുന്ന വഴി കൂടി ഇങ്ങനെ പറയുന്നുണ്ട്. ഇവിടെയൊക്കെ കടകളുണ്ട്. ഏകദേശം ഒരു 375 വർഷം മുമ്പാണ് ഇപ്പം ഇതുണ്ടാക്കിയിട്ടുള്ളത്. പല സാമ്രാജ്യങ്ങളും ഇതിലൂടെ ഭരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ സാമ്രാജ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് അങ്ങനെ പറയാം. ഇപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് മാർക്കറ്റിൻ്റെ ആ ഭാഗം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ വലിയൊരു ഓപ്പൺ ഏരിയ ആണ്. അതൊരു പാസേജ് ഭാഗമാണ്. ആ പാസേജ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇങ്ങനെ ഒന്നായിട്ട് കുറേ കെട്ടിടങ്ങളും കുറേ കാര്യങ്ങളും ചെറിയ പിന്നെന്താ ഈ ഇവർ ഇത് കൂടിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ദർബാർ സമ്മേളനം കൂടിയ ഭാഗങ്ങളും അങ്ങനെയുള്ള കുറേ ഭാഗങ്ങൾ. അതായത് ആഗ്ര കോട്ടൻ്റെ ഉള്ളിലുള്ള അതേപോലെ തന്നെ കുറേ സംഭവങ്ങളുണ്ട്. എല്ലാ കോട്ടയും ഏകദേശം ഒരേ മോഡൽ തന്നെയാണ് ഉള്ളത്. അതിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെയാണ് വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളൂ. ഇത് അതിൻ്റെ എൻട്രൻസ് ആണ്, അങ്ങോട്ടേ കടന്ന ഭാഗത്തിൻ്റെ ഈ ഭാഗം ഒന്നായിട്ട് പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പച്ച കളറിൽ. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് നേരെ പോകുന്ന ആ വൈറ്റ് ഭാഗത്താണ് നമ്മളെ കടകളും കാര്യങ്ങളും ഉള്ളത്. ഇതേപോലെ ഒന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ഒന്ന് സർക്കിളിൽ ഇതാക്കുകയാണ്. ഇവിടെ വേറൊരു കെട്ടിട കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഭാഗത്ത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അങ്ങനെ കറങ്ങി അങ്ങനെ കാണാം. നീളത്തിൽ മൊത്തം എല്ലാ ഭാഗവും ഒന്ന് നടക്കണം. ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും തോന്നുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് കറങ്ങി കാണാൻ.
ഡൽഹിയുടെ ഹൃദയഭാഗത്ത് ഇത്രയും സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ് ഇവിടെ. ഇതുപോലെ തന്നെ നമ്മുടെ വീർഭൂമി, മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, വീർഭൂമിയിൽ രാജ്ഘട്ടിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ KSRTC ബസ് സ്റ്റാൻഡൊക്കെ വെറുതെ ഒഴിഞ്ഞെടുക്കുന്ന ഇപ്പോൾ വലിയ വലിയ മാളൊക്കെ ആക്കിയിട്ടുണ്ടല്ലോ. കോഴിക്കോടൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്കിയിടും നല്ലതാണ് വൃത്തിക്ക്. നല്ല വെയിലാണ്. ഇപ്പൊ സമയം രാവിലെ 10 മണിയായിട്ടുണ്ട്. ഈ ചെങ്കോട്ട ഉണ്ടാക്കിയത് മുഗൾ സാമ്രാജ്യക്കാരാണ്. ഈ മുഗൾ സാമ്രാജ്യക്കാരുണ്ടാക്കിയത് 1639 1771 ആ ഒരു കാലത്താണ്. പിന്നെ മറാത്ത സാമ്രാജ്യം അത് 1771 മുതൽ 1803 വരെ. അതിനുശേഷം പിന്നെ സിഖ് സാമ്രാജ്യം അവരെടുത്തുനിന്ന് പിന്നെ 1783 വരെ ഉണ്ടായിരുന്നു അവരെടുത്ത്. പിന്നെ മുഗൾ സാമ്രാജ്യം വീണ്ടും 1803 മുതൽ 1857 വരെ. പിന്നെ നമ്മൾ 1857 ശേഷം 1947 വരെ നമ്മുടെ ബ്രിട്ടീഷുകാരായിരുന്നു. ഇത് ദിവാൻ ഐ ആം. ഇത് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാനും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും ഇവിടെയുള്ള പൊതുജനങ്ങളെ സ്വീകരിക്കുകയും അവരുടെ പരാതികൾ കേൾക്കുകയും ചെയ്ത ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇതിന് പിന്നെ പ്രേക്ഷകരുടെ ഹാൾ എന്നാണ് ഇതിനറിയപ്പെടുക. ദിവാൻ ഐ ആം എന്ന് പറയും. ഇതൊരു ലോങ് വ്യൂ ആണ് ഇവിടുന്ന്. ഇതിൻ്റെ സെൻറ്ററിൽ പിന്നെ കസേരയും മാർബിളിൻ്റെ അതൊക്കെ ഉണ്ട്. അത് ആഗ്ര ഫോർട്ടിലുണ്ട് ഇതേപോലത്തെ ഒരു സംഭവം. ഈ ഒരു സെൻറ്റർ ഉണ്ടല്ലേ, ഇവിടെയാണ് അവരിരിക്കലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത്. പിന്നെ ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഭാഗത്താണ് നമ്മുടെ നാട്ടുകാരൊക്കെ നിൽക്കൽ. ഇത് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് താഴേക്ക് ഇങ്ങനെ വരാം. എൻ്റെ ഓർമ്മയിൽ മുമ്പ് ഞാൻ 84 ഡൽഹി കാണാൻ വന്നിരുന്നു. അന്ന് ഞാനിവിടെ കണ്ടതായിട്ട് ഇപ്പോൾ ഒരു ഓർമ്മ കിട്ടുന്നുണ്ട്. അത് കുറേ മറന്നു വയ്ക്കുന്നു. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ ആഗ്ര ഫോർട്ടും ഒക്കെ ഉള്ള പോലത്തെ കോട്ടകളെ പോലെ തന്നെ ജയ്പൂരൊക്കെ ഉള്ള മുമ്പ് ഞാൻ കാണിച്ചിരുന്നത്. അതിൻ്റെ അതേ മോഡൽ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളുള്ളത്. ഇതിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളെ ഓർമ്മ എന്താ വെച്ച് കഴിഞ്ഞാൽ, എത്ര നമ്മുടെ ഈ ദുനിയാവിൽ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും ശാശ്വതമല്ല. ഈ ഭരിച്ചിരുന്നവരൊക്കെ മണ്ണിൻ്റെ അടിയിലാണ്. നമുക്ക് പരലോകം ആണ് ലാസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഈ ദുനിയാവിൽ എന്ത് ചെയ്തിട്ടും അതൊരു ശാശ്വതമല്ല. എങ്ങനെയൊക്കെ കഴിഞ്ഞു പോയിരുന്ന ആളാണ് ഇപ്പോൾ എത്രയോ തലമുറ കഴിഞ്ഞ് വേറെ ആരൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഇതുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ കുറച്ച് അമേരിക്കക്കാരുണ്ട്. അപ്പോൾ ഓരോന്നിനും 2 വർത്താനം പറയട്ടെ ഞാൻ. നമ്മുടെ മലയാളികളാണ് ഈ ദുനിയാവ് കാണാത്ത. ഇതിപ്പോൾ അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ ആളുകൾ ഇന്ത്യ രാജ്യം കാണാൻ വരികയാണ്. നമ്മുടെ മലയാളികളാണെങ്കിൽ ഉള്ള പൈസ അങ്ങനെ മരിക്കുന്നവരെ ചിലവാക്കാതെ അങ്ങനെ എടുത്തു വെക്കുക, ഒന്നും ആസ്വദിക്കാതെ നടക്കുന്ന പാർട്ടികളാണ്.
ഇതൊരു സ്വിമ്മിംഗ് പൂൾ അല്ല, നമ്മുടെ കാശ്മീരിലൊക്കെ ഉണ്ടല്ലേ മുഗൾ ഗാർഡൻസിന്റെ അവിടെ സെൻട്രലിൽ ഇതുപോലെയും ചുറ്റും വെള്ളമല്ല. മുമ്പ് എങ്ങനെ ജീവിച്ചിരുന്ന ആ രാജാക്കന്മാരായിരുന്നു, അവരൊക്കെ ഇപ്പോൾ എവിടെ പോയി? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് അറിഞ്ഞിട്ടില്ലേ? നമ്മുടെ ഭൂമിയിൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്, താമസിക്കുന്നതിനും ആസ്വദിക്കുന്നതിനൊക്കെ. എല്ലാം വിട്ടേച്ച് പോകണം. അപ്പം ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മളുടെ മരണം ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ മാർബിളിൽ കൊത്തി ഉണ്ടാക്കിയതാണ്. കുടുംബത്തിൻ്റെ നല്ല തണുപ്പാണ്. അങ്ങനെ കിടക്കുകയാണ് അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ ഓരോ സാധനങ്ങൾ. ഇനി ഇതിലെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്ലോപ്പാണ്. ഇവിടെ ഒരു ബിൽഡിങ് നിൽക്കുന്നുണ്ട്, ഉണ്ടല്ലേ, ഒരു 3 നില. അതേപോലെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയുണ്ടൊരു ബിൽഡിങ്, അതും 3 നിലയാണ്. ഇത് ഇവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ഗാലറിയാണ്. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ പോസ്റ്റലിൻ്റെ ഒരു ഗാലറി, ഫോട്ടോകളും സ്റ്റാമ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ആണെങ്കിൽ ഒരു ടോക്കൺ എടുക്കണം. ടോക്കണ് പൈസ ഒന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയൊരു ടിക്കറ്റ് പോലത്തൊരു സാധനമുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് ആ സാധനം. ഇത് ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാം. ജസ്റ്റ് ഒരു ഫോർമാലിറ്റി എന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് നമ്മളെ പോസ്റ്റൽ സംബന്ധമായിട്ടുള്ള കുറച്ച് മ്യൂസിയം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ അങ്ങനെ കാണാം. ഈ ടോക്കൺ എടുക്കുന്ന ഇതിൽ എത്ര ആളുകൾ സന്ദർശിച്ചു എന്നൊരു കണക്കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു എത്ര ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കയറിയെന്ന് അറിയാലോ. ഇത് നമ്മളെ മലയാളത്തിലുള്ള ഒരു ബോക്സാണ്. ഇത് എഴുതിയിട്ടുണ്ട് അഞ്ചൽ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നോരം നമുക്ക് അങ്ങനെ കണ്ടുപോവാം. ഇത് 4 ഓരോ കാലഘട്ടത്തിലുള്ള പോസ്റ്റ് ബോക്സാണ്. ഇവിടെ കത്തിടുന്ന പെട്ടി കുറേ ഉണ്ട് ഇത് കറങ്ങി കാണാൻ. ഇത് മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വഞ്ചീൻ്റെ മോഡൽ, ശിക്കാരൻ്റെ വലുത്. ശിക്കാരയിൽ ഇങ്ങനെ കവറിങ് ഉണ്ടാവില്ല, ഹൗസ് ബോട്ടില്ലേ, അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ പിക്ചറുകളൊക്കെ വലുതാക്കി വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ 75-ാം വർഷം കപിൽ ദേവ് പ്രൂഡൻഷ്യൽ കപ്പായിട്ട് നിൽക്കുന്ന അതാണത്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലുള്ളതുണ്ടായിരുന്നു. മുമ്പൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ ഈ സ്റ്റാമ്പ് കലക്ഷൻ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ തലമുറക്കൊന്നും അത് അറിയില്ല, സ്റ്റാമ്പ് കലക്ഷൻ എന്താണെന്നൊന്നും. അന്നൊക്കെ ഒരുപാട് സ്റ്റാമ്പുകൾ കളക്ട് വെച്ചിരുന്നു. അതൊക്കെ ഇപ്പോഴും ഉണ്ട് കയ്യിൽ. സ്റ്റാമ്പ് ആൽബം എന്ന് പറഞ്ഞിട്ട് പിന്നെ ബുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടിയിരുന്നു സ്റ്റാമ്പ് ആൽബം. ഓരോ കാലഘട്ടത്തിൽ ഇതൊക്കെ നല്ല വലുപ്പത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാം കളറിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓരോ മോഡലിൽ. ഏതായാലും പിന്നെ റെഡ് ഫോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്നത് നല്ലതാണ്. ഇതിനുള്ളിൽ ഭാഗമൊന്ന് സമയം പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളെ മുമ്പുള്ള പഴയ തലമുറക്ക് ഒക്കെ ഒരു ഓർമ്മ വരും നമ്മളെ സ്റ്റാമ്പുകളും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത്. ഓരോ കാലഘട്ടത്തിലും അതിനനുസരിച്ചായിട്ടുള്ള ഓരോ സ്റ്റാമ്പുകൾ ഇറക്കാറുണ്ട്. ചില നേതാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരെ ഫോട്ടോ വെച്ചിട്ട് ഉണ്ടാവും. ചില വേൾഡ് കപ്പുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ കപ്പ് വെച്ചിട്ടുള്ള അതുണ്ടാവാറുണ്ട്.
അങ്ങനെ ഓരോ സമയത്തും ഓരോ മോഡലിലാണ് ഉണ്ടാക്കാറ്. ഇതിങ്ങനെ തിരിക്കങ്ങനെ ഇതേപോലെ. मैंने बोला अम्मा मैं ही डाल खत्म हो जाएगा फिर तो आप नुकसान हो रहेगा. അപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങാണ്. ഇവിടെ ഒരു സ്റ്റാഫും അതിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്റ്റാഫും 2 സ്റ്റാഫാണ് ഇവിടെ ആകെ ഉള്ളത്. ചെറിയൊരു മ്യൂസിയം അവിടെ നിന്ന് കാണാൻ പറ്റും. एक पानी डाल अंग्रेजी पहली बार आई राजा त्रावणकोर तमिलनाडु और सिंध में कई लड़ाइयां पर अंग्रेजों के बढ़ते कदम शोषणकारी लगान की व्यवस्था किसानों की बर्बादी का कारण उन्हें चावल अफीम और नील की खेती करने കഴിഞ്ഞിരുന്ന് കാണാനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മെല്ലെ തട്ടിയിരിക്കാം. वो मैंने जाओ सामान को ले हिंदुस्तान पहले से चढ़ने वाले कारतूसों में आग में खींचा अब बस एक क्रांति है जिसकी योजना क्रांति के लिए बुलाई 34वीं അപ്പൊ ഈ റെഡ് ഫോർട്ട് കണ്ടിട്ട് കാലിന്റെ അടപ്പിരിക്കും നടന്നിട്ട് ഇനി ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പൊ ഇതിലേ അങ്ങോട്ട് നേരെ പോണം പുറത്തേക്ക്. കയറുമ്പോഴും ഷോപ്പിംഗ് ഉണ്ട്, ഇറങ്ങുമ്പോഴും ഷോപ്പിംഗ് കാണാം. ഒക്കെ ഷോപ്പുകളൊക്കെ ഫുള്ള് തുറന്നു.
ഞാൻ കയറിയപ്പോൾ മൊത്തം ഷോപ്പുകൾ തുറന്നിട്ടില്ല, ഇപ്പൊ ഒക്കെ ഫുൾ സെറ്റായി അയക്കുന്നു. നേരത്തെ പറയലോടെങ്കിൽ ഞാൻ പുറത്തു പോകുകയാണ്, പക്ഷെ ഇപ്പോഴാണ് ഫൈനലായിട്ട് പുറത്തു പോകുന്നത്. ഇതിലേ അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് റെഡ് ഫോർട്ടിലെ കാഴ്ചകൾ. ഞാൻ റെഡ് ഫോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ഇത് പോകുന്ന വഴിയിൽ കുരങ്ങനിങ്ങനെ ബനാന നിന്നുണ്ട്. ഞാൻ ജയ്പൂരിലൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നുണ്ട്. ഞങ്ങൾ കുരങ്ങന്മാരുടെ ഒരു അമ്പലം ഉണ്ടല്ലോ, ഇത് മെട്രോ സ്റ്റേഷൻ ഉണ്ട് ചാന്ദിനി ചൗക്ക്. ആ പോകുന്ന വഴിയിലൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലുള്ള കുരങ്ങന്മാർ ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാഴ്ച. അപ്പോൾ ഡൽഹിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ റെഡ് ഫോർട്ട് കാണാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.